അടിപൊളി സ്ഥലത്താട്ടോ. അടിപൊളി പറഞ്ഞു കഴിഞ്ഞാൽ സീതാർകുണ്ടാണ്. സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ ഏകദേശം അടുത്താണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഇതിപ്പോൾ ഇവിടെ ഒരു അടിപൊളി മനോഹരമായിട്ടൊരു വീട്, ഒരു അച്ഛൻ ഉണ്ടായിരിക്കും. അത് ഞങ്ങൾ ഒരു വീട് കണ്ടപ്പോഴേ, അപ്പോൾ ഞങ്ങൾ ഈ വീട് ഇവൻ സമ്മതിക്കുന്നില്ല കേട്ടോ. ഞങ്ങൾ ഈ വീടിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി കയറിയതാണ്. വീട് നിൽക്കുന്നത് നല്ലൊരു വൈബ് സ്ഥലത്താണ്. രാധാകൃഷ്ണ അനിത എന്നുള്ള അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ. അപ്പോൾ മക്കളൊക്കെ കല്യാണം കഴിഞ്ഞ് പോയിട്ടുണ്ട്. ഒരു മോളെ എങ്ങോട്ടാ കല്യാണം കഴിച്ച്? ഇടമുറ്റം. ഇതിപ്പോൾ ഈ വീട് ഇങ്ങനെ ആക്കിയിട്ട് എത്രയായി? ഇപ്പോൾ 1 വർഷമായില്ലേ? പഴയ ഇവിടെ മിക്കവാറും എല്ലാവരും ഓടിട്ട വീട് തന്നെ ഉണ്ടാക്കാൻ ഭയങ്കര താല്പര്യമല്ലേ? ഞങ്ങളിപ്പോൾ ഉണ്ടാക്കുന്ന വീട് ഇതേമാതിരി ഓടിട്ട വീടാണ്. ഞാനും വൈഫും കൂടി ഉണ്ടാക്കുന്നത് ഒരു പഴഞ്ചൻ രീതിയിലുള്ളൊരു വീടാണ് ഉണ്ടാക്കുന്നത്. ഉള്ളിൽ പോയി ഞാൻ. പക്ഷെ ഇതിൻ്റെ ഒരു സുഖം വേറെ ഒന്നിനും കിട്ടില്ലല്ലോ. അല്ലേ? ഉള്ളിലെടുക്കാം, ഞാൻ നോക്കാം. ഇവിടെ നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട് കേട്ടോ. ആണല്ലേ? വീടും കാണുന്നുണ്ട് കേട്ടോ. വീടിൻ്റെ ഭംഗിയുണ്ടല്ലേ? നല്ല അടിപൊളി. ഇവിടെ ഒരു കുളം, വലിയൊരു കുളം. പിന്നെ ഇതാണ് സീതാർകുണ്ട്. സീതാർകുണ്ടിൻ്റെ കാഴ്ചകളൊക്കെ നമ്മൾ ചാനലിൽ വരുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് നമുക്ക് ഭയങ്കരമായിട്ട് രസത്തിൽ തന്നെ ഇവിടേക്ക് പോകാനുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവർ രണ്ടാളും താമസിക്കുന്നത് ഈ വീട് ഒരൊറ്റ ബെഡ്റൂമാണുള്ളത്. ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയിൽ തന്നെ അവർ ചെയ്തിട്ടുണ്ട്. ഇവിടെ സീതാർകുണ്ട് എന്ന് പറഞ്ഞാൽ, അതായത് കൊല്ലംകോട് പറഞ്ഞ ഈ ഭാഗത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞാൽ ഇവർ ചെയ്യുന്ന വീടുകൾ പരമാവധി ഇങ്ങനെ ഓടിട്ട വീടുകളായിരിക്കും. പരമാവധി പഴഞ്ചൻ രീതിയിൽ തന്നെ ആയിരിക്കും. കുറേയൊക്കെ പുതിയ മോഡലിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് നമ്മുടെ ട്രഡീഷണൽ വീടിൽ നിന്ന് മാറി വന്നിട്ടുണ്ട്. പക്ഷേ നമുക്കിത് കണ്ടപ്പോൾ ഇങ്ങനെ ഇവരുടെ അടുത്ത് വേറൊരു പ്രത്യേകത ഉണ്ട്. നിങ്ങൾ സീതാർകുണ്ടിക്കൊക്കെ വരുന്ന ആൾക്കാരാണെങ്കിൽ ഇവരുടെ അടുത്ത് നിന്ന് ഒരുപാട് അവരുടെ അടുത്ത് തന്നെ അവരെ ജീവിതമാർഗ്ഗമായിട്ടുള്ള ഒരുപാട് സാധനങ്ങളുണ്ട് ഇവിടെ. സാധനങ്ങൾ പറഞ്ഞാൽ ഒന്ന് ഇതെന്താ കൽക്കണ്ടം, കരിപ്പെട്ടി. കരിപ്പെട്ടിയൊക്കെ ഇവിടെ എവിടെ ഉണ്ടാക്കണം? അടുത്ത് തന്നെ ഉണ്ടാക്കണം. ആണോ? ചുക്കാപ്പി. ഇത് ചുക്കാപ്പീൻ്റെ പൊടി അല്ലേ? ശർക്കരപ്പൊടി. ഇതിനൊക്കെ എത്ര റേറ്റ് വരുന്നത്? 115 രൂപ വരും. 80 രൂപയായിട്ട് ഇതിൻ്റെയൊക്കെ വില. 115 ഇതിൽ MRP, 80 രൂപ വരുള്ളൂ. ഇത് ശർക്കരപ്പൊടിക്കാണെങ്കിൽ 70 രൂപ, 75 MRP. ഇത് നെല്ലിയാമ്പതി ചായപ്പൊടി ഞങ്ങൾ അവിടുന്ന് ബോർഡ് കണ്ടതേ. നെല്ലിയാമ്പതി ചായപ്പൊടി പറഞ്ഞിട്ടാണ് കണ്ടത്. AVTൻ്റെ അല്ലേ? 130, 150, 170. കരിപ്പോട് മുറുക്ക്. കരിപ്പോട് മുറുക്ക് അത് കേരളത്തിൽ ഭയങ്കര ഫേമസ് ആണല്ലേ? 500 വീട്ടുകാരാണ്. ആണോ? ഇത് എത്ര? 70 അല്ലേ? കരിപ്പോട് മുറുക്ക്. വേറെ ഉണ്ടല്ലേ? തേനൊക്കെ നമ്മളെ ഇവിടുത്തെ കാട്ടത്തെ പെട്ടി വെച്ചിട്ട്. അതെ. ഇതിനൊക്കെ എത്ര റേറ്റ്? ഇത് 280 ആണ്. 200. ഓക്കെ. 80 രൂപ. ഇതല്ല 80 രൂപ. ഇത് 450 രൂപ. ഇത് 450 രൂപ. ഇത് 500 രൂപ. ഇതൊക്കെ പെട്ടിത്തേനാണല്ലേ? ഇതെത്ര? 500 രൂപ. ഈ കാന്താരി സ്ക്വാഷ് 250 രൂപ. ഇതിൻ്റെ ഡീറ്റെയിൽ ഇതിലുണ്ട്. BP, ഷുഗർ, കൊളസ്ട്രോൾ, ഗ്യാസ് ട്രബിൾ, വെരിക്കോസ് വെയിൻ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. എങ്ങനെ ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിലുണ്ട്. ഇതിപ്പോൾ നിങ്ങൾ പരസ്യമാണ് വിചാരിക്കേണ്ടത് കേട്ടോ. ഇത് നമ്മളെ അതല്ലേ ഞാൻ ഇത് പറയും. അതെ. അപ്പോൾ ഇവിടെ വരുന്ന വഴി എന്ന് പറയുന്നത് നമ്മളെ ഇതിലേക്ക് സീതാർകുണ്ടിക്ക് പോണ അതേ വഴിയിലാണ്. അവരാ പോണ വഴി കൂടെ ഉള്ള ഒരിതാണ്. അതിൻ്റെ ബോർഡ് നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ പറ്റും. ചിന്നന്തറ അമ്പലം അല്ലേ? അമ്പലത്തിൽ പോകണം. ചിന്നന്തറ അമ്പലത്തിൽ പോണ വഴിയാണ്. ഇതാണ് നമ്മളെ വീടിൻ്റെ ഉള്ളിലേക്കുള്ള കാഴ്ച കേട്ടോ. ഉള്ളിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ നമുക്കിവിടെ ഇങ്ങനെ കയറി കഴിഞ്ഞാൽ വീടിൻ്റെ ഉള്ളിലാണിത്.
അതായത് ഇവരിവിടെ ബിസിനസ്സിൻ്റെ സാധനങ്ങളൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഒരു ഹാളാണ്. ഹാളിൽ തന്നെ TV വെച്ചിട്ടുണ്ട്. ഒരു ചെറിയൊരു കട്ടിലിട്ടിട്ടുണ്ട്. ഇവിടെ ഒരു ഇവർക്കുള്ള ഒരു ഒറ്റ ബെഡ്റൂമാണ് ഇവിടെ ഉള്ളത്. അത് മതി, കാരണം അതിനുള്ള സൗകര്യങ്ങളും ഉണ്ട്. നല്ല വലിപ്പമുള്ളൊരു ബെഡ്റൂം കേട്ടോ. ഇത് ഞങ്ങളിങ്ങനെ വഴി കൂടെ പോയപ്പോൾ അപ്പോൾ അതായത് ഇവർ എല്ലാ സൗകര്യങ്ങളും കൂടി ഒരു നല്ലൊരു ഭംഗിയുള്ള വൃത്തിയുള്ളൊരു വീട്. ഒരു ബാത്റൂമുണ്ട്, അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് നേരെ ഇവർ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഇങ്ങനെ പോയാൽ ഇതിൻ്റെ പ്രത്യേകത അത് ഞങ്ങൾ കാവ്യ തന്നെ ഇട്ടിക്കുന്നത്. കാവ്യയിൽ ഒരു വര ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഡിസൈനായിട്ടൊരു വര ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇതുണ്ടല്ലേ, അടുക്കളയ്ക്ക് കയറുമ്പോൾ നമ്മൾ പണ്ടത്തെ പോലെ തന്നെ കാവ്യാണ്, കറുത്ത കാവ്യാണ് അടുക്കളയ്ക്ക് കൊടുത്തിട്ടുള്ളത്. ഒരു കുഞ്ഞി അടുക്കള കേട്ടോ, നല്ല ഭംഗിയുള്ള കുഞ്ഞൊരു അടുക്കള. അതായത് ഈ അമ്മയും അച്ഛനും മാത്രമേ ഉള്ളൂ ഇവിടെ, അതുകൊണ്ട് അവർക്കുള്ള എല്ലാവിധ സൗകര്യങ്ങളും കൂടിയൊരു ചെറിയൊരു അടുക്കള, റാക്ക് കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. മേൽക്കൂര കാണാൻ തന്നെ നല്ല രസം കേട്ടോ. ഇല്ലെങ്കിൽ എന്ത് രസത്തിലാണ് ജീവിക്കുന്നത് നോക്ക്. ഒരു സ്റ്റോർ റൂം കേട്ടോ, ഒരു അടിപൊളി ചെറിയൊരു സ്റ്റോർ റൂമിൻ്റെ ബാക്കിലാണ് ബാത്റൂമിൻ്റെത്. അത് കഴിഞ്ഞ് നമുക്ക് നേരെ അടുക്കളേൻ്റെ പുറത്തേക്ക് പോകാം. അടുക്കളേൻ്റെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇതൊരു പഴയ ഒരു ഓലപ്പര. ഇത് എനിക്ക് തോന്നുന്നു അവർ പണ്ട് ഉപയോഗിച്ചതെന്നാണ് തോന്നുന്നുണ്ട്. ഇതല്ലേ ബാക്കിലേക്കുള്ള കാഴ്ചകളാണിത്. ബാക്കിലേക്കുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ എന്തൊരു രസമായിട്ടാണ് കാണുന്നത്. മല, അതായത് ഫുൾ ടൈം മല. എനിക്ക് തോന്നുന്നു വൈകുന്നേരങ്ങളിൽ ഇവിടെ നല്ല കാറ്റായിരിക്കും. ആ ഒരു പാറ, അതിൻ്റെ അതിൽ കൂടെയൊക്കെ നമ്മൾ വണ്ടിയും കൊണ്ട് പോയിരുന്നു. അവിടെ ഒരു ചെറിയ റിസോർട്ട് ഉണ്ട്, അതിൽ കൂടെയൊക്കെ നമ്മൾ വണ്ടിയും കൊണ്ടൊക്കെ പോകാം. നല്ല സൗകര്യങ്ങൾ, അതായത് രസമുള്ള കാഴ്ചകൾ തന്നെയാണ്. പിന്നെ ഈ ഭാഗത്തേക്ക് വരുന്നവർക്ക് ഒരുപാട് വീടുകൾ, നമ്മളിങ്ങനെ പഴമ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ ഒരുപാട് വീടുകളും കാര്യങ്ങളും ഈ ഭാഗത്തുണ്ട്. അതിനുള്ള സൗകര്യങ്ങളുണ്ട്. പിന്നെ ജനങ്ങളാണെങ്കിലും ഇവിടുത്തെ ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാട്ടോ, അടിപൊളി. ഇന്നലെ നമ്മൾ കൊല്ലംകോട് താമസിച്ചെങ്കിലും ഇന്നലെ നമ്മൾ അവിടെ താമസിച്ചപ്പോൾ ഇന്ന് നമ്മൾ 1-2 വീട്ടിൽ കയറിയപ്പോൾ അവർ നമ്മളോട് പറഞ്ഞത് നമ്മൾ ഒരു ചെറിയൊരു പരിചയം ഉണ്ടായാൽ തന്നെ അവർക്ക് ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണ്. നമുക്ക് അവിടെ കിടന്നുറങ്ങാനുള്ള സൗകര്യങ്ങളൊക്കെ അവർ ചെയ്തു തരും. നമുക്കൊരു ഓലപ്പുരയുള്ള വീട്ടിൽ കിടക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഈ വീടിനെ പറ്റിയുള്ള കാര്യങ്ങൾ. നിങ്ങൾക്ക് ഈ വീടിനെ പറ്റി ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊക്കെ ഒന്ന് പരിഗണിക്കുക. പിന്നെ ഇവിടെ വരുന്നവർ ഈ സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന സാധനങ്ങൾ തന്നെയാണ് എല്ലാതും. ചായപ്പൊടിയും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇവിടെ ഇവർക്ക് ഒപ്പം കാവലായിട്ട് 2 പട്ടിക്കുട്ടികളുണ്ട്. ഇവളെ പേരെന്താ? ഇവളാണോ പെണ്ണത്? പെണ്ണാണ്. ജൂലി. അതോ അവൻ്റെ പേരോ? ടിങ്കു. ഇതേപോലത്തെ ഒരു പട്ടിക്കുട്ടി വീട്ടിലുണ്ട്. ആ, ഇത് നമ്മളെ പഴയ വീടായിരുന്നു അതോ? ആ, കൃഷി ആവശ്യത്തിന് വേണ്ടിയിട്ടുണ്ടാക്കി. ആ, ആദ്യം ഇവിടെ എന്തായിരുന്നു? ഇപ്പോൾ ഓടിട്ട് വീട് തന്നെയായിരുന്നു. നെന്മേനിയില ആണോ? ആ, ഓക്കെ. ബസ് റൂട്ട് ഉണ്ട് അടുത്തല്ലേ, കൊല്ലംകോട് ബസ് റൂട്ടുള്ള വഴിയാണ്. അങ്ങനെ കൃഷിയാണല്ലേ? ആ, ഓക്കെ. അപ്പോൾ ഇതിൻ്റെ കാഴ്ചയാണിത്. നല്ല അടിപൊളി വ്യൂ ആണ്. നിങ്ങൾക്ക് ഇതിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. താങ്ക് യു.